സൈബൂസ് വിഷൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. എന്താ പറയുക, ചൂട് ഒരു കുറവുമില്ല, ഭയങ്കര ചൂട് തന്നെ അല്ലേ, എല്ലായിടത്തും ചൂട് 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 തന്നെ. ഞങ്ങളെവിടെ അങ്ങനെ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല, ചൂട് തന്നെ കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ച ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതും പിന്നെ മീനുക്കുട്ടിയുടെ അംഗൻവാടി പോകുന്നതായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വീത്തി കടു തളിച്ച് പിന്നെ ഒരു സവാള കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം മീനുക്കുട്ടിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ടപ്പോഴും അവൾ പറഞ്ഞു അതൊന്നും ഇടല്ലേ, അവൾക്കത് തിന്നുമ്പോൾ എന്തോ ഒരു വല്ലാതെ തോന്നുന്നു പറഞ്ഞതുകൊണ്ട് ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനോ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഇടും കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല, അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഇടും. അപ്പോൾ എനിക്ക് മീനുക്കുട്ടി പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പച്ചമുളക് ഇടാൻ ഇത്തിരി താമസമായി, മറന്നു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊന്ന് ഉടച്ചെടുക്കാൻ പോയ സമയമായതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു കേട്ടോ. താമസിച്ചാണ് പച്ചമുളക് ഇട്ടത് കേട്ടോ. അതുകൊണ്ട് അത് നല്ല രീതിക്ക് വെന്ത് കിട്ടിയതുമില്ല. പിന്നെ ഞാൻ ഉടച്ച് വെച്ചിരുന്ന 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആഡ് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതൊന്ന് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു ദോശക്കല്ലൊക്കെ വെച്ചിട്ട് ആ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്റ്റാൻഡിൽ വെച്ചിട്ട് എനിക്കത് ശരിയായി കിട്ടുന്നില്ല, ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലാണ് കേട്ടോ ഫോൺ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ദോശയിൽ കുറച്ച് നെയ്യൊക്കെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് മസാല ദോശ. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നുണ്ട് മസാല ദോശ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നലെ എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ അവൾക്ക് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കേട്ടോ. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് പറയുമ്പോൾ അവർക്ക് അത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം. അവൾ ആകെ ഒരെണ്ണേ കഴിക്കത്തുള്ളൂ, എന്നാലും അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൾ കഴിച്ചോളും കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് നമ്മൾ അവരുടേതായ രീതിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാനും ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. കുറച്ചൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ഒഴിവാക്കും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. അതാ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സമയത്ത് അവൾ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. ഈ സമയത്ത് ഞാൻ പിന്നെ വെറും ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ വെള്ളം ചോദിക്കുന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിലും ഇവർക്ക് അംഗൻവാടിയിൽ അവധിയൊന്നുമില്ല. അപ്പോൾ മീനുക്കുട്ടിക്ക് അംഗൻവാടിയിൽ പോകണം. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി അവളെ റെഡിയാക്കി അംഗൻവാടിയിലോട്ട് വിടണം. അപ്പോൾ അവളിതുകൊണ്ട് അവൾക്ക് നേരത്തെ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അത് തണുക്കുന്നതിന് മുമ്പേ അവളവിടെ ചൂടോടെ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അത് അവളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്കിനി ബാക്കി മസാല ദോശയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ മൊത്തം 4 മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നേ. ഒരെണ്ണം അവൾ കഴിച്ച് ബാക്കി 3 തരിപ്പുണ്ട്. അപ്പോൾ ഞാനും കൂടി ഇനി കാപ്പിയൊക്കെ കുടിക്കട്ടെ. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് മീനുക്കുട്ടീനെ റെഡിയാക്കിയത് അവൾ അംഗൻവാടിയിൽ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴത് അവൾ പോവേണേ. അവളെ കൊണ്ടാക്കിയിട്ട് നിന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു 10:30 ആകുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഇറങ്ങണേ, ഇന്ന് അംഗൻവാടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നേരത്തെ അറിയില്ല, അവളെ കൊണ്ടാക്കിയ സമയത്താണോ അറിഞ്ഞത്. പിന്നെ ഞാൻ വരാൻ ടീച്ചറെന്ന് പറഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തൊന്ന് കഴുകി വെച്ച് ജൂലിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും ജൂലിക്കും കഴിക്കാനൊക്കെ കൊടുത്ത് വീടൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ പിന്നെന്താ നേരെ അംഗൻവാടിയിലോട്ട് പോയിട്ട് നമ്മൾ അംഗൻവാടിയിൽ പോയി. അപ്പോൾ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2-3 അമ്മമാരൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറവാണ് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും കുട്ടികളൊക്കെ കുറവാണ്. അപ്പോൾ ഒരു 2-3 അമ്മമാരൊക്കെ അവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ മീറ്റിംഗ് തുടങ്ങാറായി. ഞങ്ങൾ അകത്ത് കയറിയത് മീറ്റിംഗ് തുടങ്ങി. അതായത് ലോകാരോഗ്യ ദിനത്തെക്കുറിച്ചുള്ള ചെറിയൊരു ക്ലാസ് ടീച്ചറിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളും എന്ന് മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനും കൂട്ടുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ രക്ഷകർത്താക്കൾ ഈ സൈഡിൽ നിൽപ്പുണ്ട്. ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് അമ്മമാർക്ക് കുടിക്കാനായിട്ടൊരു ഡ്രിങ്ക്സ് വെള്ളവും പിന്നെ ബിസ്ക്കറ്റും തന്നിട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. പിന്നെ ഇന്നലെ രാത്രി വെള്ളം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് തുണിയൊക്കെ കഴുകി അതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ഇന്ന് വലിയ പരിപാടി ജോലിയൊന്നും ഇല്ല കേട്ടോ. ഉച്ചത്തേക്ക് വൈകുന്നേരം എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു.